CPMകാർ വെട്ടിക്കൊന്നു. എന്നിട്ട് RSSൻ്റെ തലയിൽ ആ കൊലപാതക കുറ്റം ചാർത്താൻ ചോര പുരണ്ട ഒരു ടവൽ RSS പ്രവർത്തകരുടെ വീടിൻ്റെ പരിസരത്ത് കൊണ്ടിട്ടു. ഞാൻ പറഞ്ഞു വരുന്നത് കോളിളക്കമുണ്ടാക്കിയ ഫസൽ വധക്കേസിനെ കുറിച്ചാണ്. ഫസൽ കൊല്ലപ്പെടുന്നത് ഒരു റംസാൻ ദിനത്തിൽ ഒക്ടോബർ 2-നാണ്. കണ്ണൂരിലെ തലശ്ശേരി സെയ്താർ മോസ്കിന് സമീപം പത്രവിതരണം നടത്തുകയായിരുന്ന ഫസലിനെ CPMകാർ വെട്ടിക്കൊന്നു. അയാൾ CPMകാരനായിരുന്നു. പിന്നീട് NDF-ൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപമായ NDF-ൽ ചേർന്നതിൻ്റെ പക വീട്ടാൻ വേണ്ടി വെട്ടിക്കൊന്നു. എന്നിട്ട് ചോര പുരണ്ട ഒരു ടവൽ കൊണ്ടുവന്ന് RSS പ്രവർത്തകരുടെ വീടിൻ്റെ ആണ്ടല്ലൂരിലെ RSS പ്രവർത്തകരുടെ വീടിനടുത്ത് കൊണ്ടിട്ടു. CBI കേസന്വേഷണം ഏറ്റെടുത്തു. ഫസലിൻ്റെ ഭാര്യ മറിയം ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് CBI കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തത്. കണ്ണൂരിൽ നിന്ന് ആദ്യമായി ഒരു രാഷ്ട്രീയ കൊലപാതക കേസ് CBI ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അതിൽ വലിയ അട്ടിമറി. കൊല്ലും, കള്ളപ്രതിയെ ഉണ്ടാക്കാൻ നോക്കും, നിരപരാധിയെ പ്രതിയാക്കാൻ നോക്കും. എന്നിട്ട് വീണ്ടും പ്രതികൾ ആയ തങ്ങളുടെ സഖാക്കൾ ശിക്ഷിക്കപ്പെടും എന്നുറപ്പായാൽ കോടതിയിൽ കയറി തെളിവ് മോഷ്ടിക്കും. ഞെട്ടിക്കുന്ന വിവരമാണ്. കാരണം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ആണ്ടല്ലൂരിലെ RSS പ്രവർത്തകരുടെ വീട്ടിൽ CPMകാർ കൊണ്ടിട്ട ഫസലിൻ്റെ ചോര പുരണ്ട ആ ടവലുണ്ടല്ലോ, കോടതിയിൽ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ വിളിച്ചു വരുത്തി വിചാരണ സമയത്ത് നോക്കുമ്പോൾ ആ ടവൽ കാണാനില്ല. എന്താ പറഞ്ഞെന്നറിയോ? എലി കൊണ്ടുപോയി. കോടതിയിൽ വെച്ചിരുന്ന നിർണായകമായ തെളിവ് എലി കൊണ്ടുപോയി ആ തെളിവെന്നാണ് കോടതിക്ക് കിട്ടിയ മറുപടി. CBI കോടതി അത് ഗൗരവത്തിലെടുത്തു. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. വേണ്ടി വന്നാൽ എലി വന്ന് ഈ നിർണായകമായ തെളിവ് ചോര പുരണ്ട ഈ ടർക്കി കൊണ്ടുപോയത് എങ്ങനെയെന്ന്, ഈ ടവൽ എങ്ങനെ എലി കൊണ്ടുപോയി എന്നത് അന്വേഷിക്കാൻ CBI ചുമതലപ്പെടുത്തുമെന്ന് CBI പ്രത്യേക കോടതി പറയുകയുമുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊല്ലും, എന്നിട്ടോ അത് വേറൊരുത്തൻ്റെ തലയിൽ വെക്കും. നമ്മൾ TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ കണ്ടതാണ്. 51 വെട്ടി കൊന്നിട്ട് മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു, കൊലപാതകം മറ്റുള്ളവരുടെ തലയിലേക്ക് കൊടുക്കാൻ. ഇതാണ് നടന്നത്. ഈ കേസിൽ വലിയ ഒരുപാട് നാടകീയ സംഭവങ്ങളുണ്ടായ കേസാണ് ഫസൽ വധക്കേസ്. ഈ ഫസൽ വധക്കേസ് മുഹമ്മദ് ഫസൽ കൊല്ലപ്പെട്ടതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു? ഈ പറഞ്ഞതുപോലെ RSSകാരാണെന്ന് പ്രചാരണമുണ്ടായി. CPMകാർ തന്നെ പ്രചരിപ്പിച്ചു. RSSകാർക്ക് നേരെ ആക്രമണം ഉണ്ടായി. എന്നിട്ട് ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടന്നു. ഈ കേസിലെ പ്രതികൾ ആരൊക്കെയായിരുന്നു? ഇപ്പോൾ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത കാരായി ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ. ഒന്നാം പ്രതി കൊടി സുനിയാണ്. വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോഴാണ് ഏറ്റവും നിർണായകമായ ഈ ചോര പുരണ്ട ടവൽ കോടതിയിൽ കാണാനില്ല എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 2013 ഈ കാരായി രാജന് ജാമ്യം കിട്ടി. അന്ന് കോടതി എന്താ പറഞ്ഞത്? കണ്ണൂർ ജില്ലയിൽ കയറിക്കൂടാ. എന്നിട്ട് അയാൾ എറണാകുളത്ത് വന്ന് താമസിക്കുകയായിരുന്നു. കാരായി രാജൻ എന്ന് പറയുന്ന CPMൻ്റെ കണ്ണൂരിലെ പ്രമുഖനായ നേതാവ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമോ മറ്റോ ആണ്. അയാൾ വർഷങ്ങളോളം ഈ എറണാകുളം ജില്ലയിൽ വന്ന് താമസിച്ചു. ഇപ്പോൾ അയാൾക്ക് പാർട്ടി സീറ്റ് കൊടുത്ത് അയാളെ MLA ആക്കിയിട്ടുണ്ട്. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. RSSകാരാണ് എന്ന് കരുതി NDFകാർ RSSകാർക്ക് നേരെ ആക്രമണം നടത്തി. ഇങ്ങോട്ടും തിരിച്ചടി ഉണ്ടായി. അങ്ങനെ എത്ര ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഇവർ കൊന്നിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കാൻ മറ്റുള്ളവരുടെ തലയിലിടുന്ന പരിപാടി CPM എക്കാലത്തും നടത്തിയിട്ടുണ്ട്. ആ കേസിലാണ് എല്ലാ തരത്തിലും രക്ഷപ്പെടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഇവർ ചെയ്തു. അതിനിടയ്ക്കാണ് വളരെ നാടകീയമായി സുബീഷ് എന്ന് പറയുന്ന ഒരു RSSകാരൻ വന്നിട്ട് പറഞ്ഞു, CBI കേസ് അന്വേഷിച്ച് കാരായി ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളാണ്, ഒന്നാം പ്രതി കൊടിസുനിയാണ് എന്ന് കണ്ട് CBI ചാർജ് കൊടുത്ത സമയത്താണ് പോലീസ് ഒരു RSSകാരനെ പിടിച്ചിട്ട് അയാളുടെ മൊഴി ഹാജരാക്കി. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള സംഘമാണ് ഫസലിനെ കൊന്നത് എന്നുള്ള കുറ്റസമ്മത മൊഴി നടത്തി എന്ന തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടായത്. അതേക്കുറിച്ചും CBI അന്വേഷിച്ചു. CBI അന്വേഷിച്ചപ്പോൾ CBI കണ്ടെത്തി ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ അതിനീചമായി അതിക്രൂരമായി മർദ്ദിപ്പിച്ച് പറയിപ്പിച്ചതാണ് ഈ മൊഴിയെന്ന് കണ്ടെത്തി. CBI കണ്ടെത്തിയിട്ട് അത് റിപ്പോർട്ടാക്കി കോടതിയിൽ കൊടുത്തു. കോടതിയിൽ ഈ റിപ്പോർട്ടിൽ 3 പേരുടെ പേര് പറയുന്നുണ്ടായിരുന്നു. ഒന്ന് കണ്ണൂർ DYSP ആയിരുന്ന PP സദാനന്ദൻ, പിന്നെ മറ്റൊരു DYSP ആയ പ്രിൻസ് എബ്രഹാം,
പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന KP സുരേഷ് ബാബു, ഇവർ 3 പേരും ചേർന്ന് സുബീഷ് എന്ന RSS പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് തല്ലിച്ചതച്ച് CBIയുടെ കുറ്റപത്രം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വ്യാജമായി രേഖപ്പെടുത്തിയ മൊഴിയാണ്. ഈ സംഭവം നടന്ന സ്ഥലത്ത് സുബീഷ് ഉണ്ടായിരുന്നില്ല, ഇയാൾ പറഞ്ഞ വസ്തുതകൾ അവിടെ ഉപയോഗിച്ചു എന്ന് പറയുന്ന ആയുധങ്ങൾ ഇതുമായിട്ടൊന്നും ഈ മൊഴി പൊരുത്തപ്പെടുന്നില്ല. വ്യാജ മൊഴി ഉണ്ടാക്കിയ സദാനന്ദനെയും പ്രിൻസ് അബ്രഹാമിനെയും KP സുരേഷ് ബാബുവിനെയും സർവീസിൽ നിന്ന് നടപടിയെടുത്ത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CBI കോടതിക്കും സംസ്ഥാന സർക്കാരിനും റിപ്പോർട്ട് നൽകിയിരുന്നു. അപ്പോൾ നോക്കൂ, ഫസലിനെ കൊന്നു, RSSകാരുടെ വീട്ടിൽ കൊണ്ട് ചോര പുരണ്ട തുണിയിട്ടു, CBI കൊടിസുനിയും കാരായി രാജനും ചന്ദ്രനും അടക്കമുള്ളവർ പ്രതിയാണ് എന്നുള്ള കുറ്റപത്രം നൽകി. എന്നിട്ടും കേസ് അട്ടിമറിക്കാൻ പാവപ്പെട്ട ഒരു RSSകാരനെ കസ്റ്റഡിയിലിട്ട് മർദ്ദിച്ച് നിയമവിരുദ്ധമായി വ്യാജമൊഴി ഉണ്ടാക്കി. എന്നിട്ട് 2 DYSPമാർക്കും ഒരു CIക്കും എതിരെ നടപടിയെടുക്കണമെന്ന് CBI റിപ്പോർട്ട് കൊടുത്തു. സർക്കാർ ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ സദാനന്ദനെ ഒരു IPS കൊടുത്താൽ കൊള്ളാമെന്ന് CPMൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. കേന്ദ്രം അത് വെട്ടി. കേന്ദ്രം കൊടുത്തില്ല, കൺഫർ ചെയ്ത് കൊടുത്തില്ല. അങ്ങനെ IPS ഇല്ലാതെ CPMൻ്റെ കൂലിപ്പണി ചെയ്യുന്ന പരമ ചെറ്റ എന്ന് പറയാവുന്ന ഒരു പോലീസുകാരനായ ഈ സദാനന്ദൻ വീട്ടിൽ പോയിരുന്നു, റിട്ടയറായി. നോക്കൂ, CPMന് വേണ്ടി ഗുണ്ടകളെക്കാൾ നീചന്മാരായ പോലീസ് ഓഫീസർമാർ ഇതൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ ഭരണകാലമല്ലേ, എങ്ങനെ ഉണ്ടാവാതിരിക്കും? എന്നിട്ട് ഈ CBI കണ്ടെത്തിയെന്താണെന്നറിയോ? CBI കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഈ പറയുന്ന CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്നും മാത്രമല്ല, നാട്ടിൽ വലിയ തോതിലുള്ള സംഘർഷം, കലാപം ഉണ്ടാക്കണമെന്നും ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നു. മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ കാത്തിരുന്ന പഴയ കുറുക്കൻ്റെ കഥ നമ്മൾ ഓർമ്മയില്ലേ? അത് ഓർത്തു നോക്കൂ. അതാണ് CPM ചെയ്തത്. NDFനെയും RSSനെയും തമ്മിൽ അടിപ്പിക്കണം, എന്നിട്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവണം. ഞങ്ങൾ മുസ്ലിം സംരക്ഷകരാണ് എന്ന് പറഞ്ഞ് CPMന് വരണം. എക്കാലത്തും അങ്ങനെയാണല്ലോ CPM ചെയ്തിട്ടുള്ളത്, എക്കാലത്തും അങ്ങനെയാണ്. ഇവിടെയും അതാണ് CPM ചെയ്തത്. CBI എന്ന് പറയുന്ന ഏജൻസി സത്യസന്ധമായി അന്വേഷിച്ചതുകൊണ്ട് മാത്രം കാരായി രാജൻ ഉൾപ്പെടെയുള്ള CPMൻ്റെ നേതാക്കൾ ഇതിൽ പ്രതിസ്ഥാനത്തെത്തി. പക്ഷേ ഇപ്പോൾ കാരായി രാജൻ MLA ആണ്. കാരായി രാജൻ MLA ആയിരിക്കുന്ന കാരായി രാജനെതിരെ ഏറ്റവും നിർണായകമായ തെളിവാണ് കോടതിയിലുണ്ടായിരുന്ന ഈ ചോര പുരണ്ട തൂവാല. ഇത് കോടതിയിലെത്തിയാൽ ചിലപ്പോൾ കാരായി രാജൻ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് വന്നാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും, ഒടുവിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. ഇത് മുൻകൂട്ടി കണ്ടാണ് കോടതിയിൽ സൂക്ഷിച്ചിരുന്ന ഇത് മാറ്റിയത്. കോടതിയിലുണ്ടെന്നേ ജുഡീഷ്യൽ സർവീസിലുള്ള ആളുകൾക്ക് നല്ല ഒന്നാം തരം സഖാക്കളുണ്ട്. അവരവരുടെ പാർട്ടിക്ക് വേണ്ടി 2 DYSPമാർ ഗുണ്ടാപ്പണി ചെയ്ത് ഒരു പാവപ്പെട്ടവനെ പിടിച്ച് ഇടിച്ച് വ്യാജമൊഴി ഉണ്ടാക്കി എന്നിരിക്കെ പാർട്ടിക്ക് വേണ്ടി എന്ത് തെമ്മാടിത്തരവും ചെയ്യാൻ തയ്യാറുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ NGO യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട്. അവരെ കൊണ്ട് ഇതും ചെയ്യിക്കും, ഇതിനപ്പുറവും ചെയ്യിക്കും. ഇത് തന്നെയല്ലേ എറണാകുളത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അന്വേഷിക്കാൻ ഇപ്പോൾ പറഞ്ഞ ഈ കേസ് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സംഭവിച്ചത് എന്താണ്? CPMകാരനായ SFIക്കാരന് അഭിമന്യുവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ CPMൻ്റെ പോലീസ് തയ്യാറാവാതിരുന്നതൊക്കെ നമുക്കറിയാം. പ്രധാന പ്രതി കോവിഡ് കാലത്ത് പട്ടിണി ഇരുന്ന് കോടതി വന്ന് കീഴടങ്ങായിരുന്നു. ഏതായാലും അതിലെന്താ സംഭവിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട 11 രേഖകൾ കാണാതെ പോയി. 11 രേഖകളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയാമോ പ്രിയപ്പെട്ടവരെ? കോടതിയിൽ നിന്ന് പോയതാണ്. 11 രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 5000 പേജുള്ള കുറ്റപത്രം. ഒരു കടലാസല്ല കാറ്റിൽ പറന്നു പോകാൻ. 5000 പേജുകളുള്ള ചാർജ് ഷീറ്റ് കാണാതെ പോയി. പിന്നെയോ അഭിമന്യുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണാതെ പോയി. പിന്നെ എന്തായി? പരിക്കേറ്റ അർജുൻ, വിനീത്, രാഹുൽ തുടങ്ങിയ ആളുകളുടെ വൂണ്ട് സർട്ടിഫിക്കറ്റ്, മുറിവിൻ്റെ സർട്ടിഫിക്കറ്റ് ആശുപത്രിയിൽ നിന്ന് കൊടുത്തത്, അത് കാണാതെ പോയി. പിന്നെ പ്രതികളുടെയും സാക്ഷിഭാഗത്തിൻ്റെ മൊഴികൾ ഉൾപ്പെടെ 11 ഡോക്യുമെൻറ്റുകളാണ് കാണാതെ പോയത്. അതിൽ 5000 പേജുള്ള കുറ്റപത്രം, 5000 പേജുകളുള്ളൊരു പുസ്തകം ഒന്ന് ആലോചിച്ച് നോക്കൂ. 5000 A4 പേജുകളുള്ള ഒരു കുറ്റപത്രം എത്ര കിലോ ഉണ്ടായിരിക്കും?
അത് തിന്നാൻ എലികൾ എത്ര സമയമെടുത്ത് കാണും അല്ലേ? അപ്പം കോടതിയിരിക്കുന്ന ഡോക്യുമെൻ്റ് നശിപ്പിക്കും. അത് CPM ചെയ്തിട്ടുണ്ട്. CPM എക്കാലത്തും ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ SDPIക്കാരെ, പോപ്പുലർ ഫ്രണ്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി CPM സഖാക്കൾ ചെയ്തതാണോ? അങ്ങനെയും വരാം. കാരണം ഇവരിപ്പോൾ ഒന്നാണല്ലോ. പകൽ CPM രാത്രി പോപ്പുലർ ഫ്രണ്ടുമായി നടന്ന എത്രയോ പേരെ അറിയാം. ഇപ്പോൾ പിന്നെ ഭരണം മാറിയതുകൊണ്ട് അവർ പിന്നെ സതീശൻ്റെ കൂടെയാണ്, UDFൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ കേന്ദ്രം ഉത്തരവിട്ടപ്പോൾ പതുക്കെ നോക്കി ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനാണ്. അപ്പോൾ CPM എന്ന് പറഞ്ഞ പാർട്ടി എത്രമാത്രം പൈശാചികമായ സ്വഭാവമുള്ള പാർട്ടിയാണ്, എത്രമാത്രം പ്രാകൃതമായ രീതികൾ പുലർത്തുന്നൊരു പാർട്ടിയാണ് എന്നതിന് ഇതിലേറെ എന്ത് തെളിവാണ് വേണ്ടത്? അപ്പോൾ കോടതികളിൽ അവർക്ക് താല്പര്യമുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു തെളിവും അവർ അട്ടിമറിക്കും. അവർ കൊന്നിട്ട് മറ്റുള്ളവരെ പ്രതിയാക്കാൻ അവരെന്ത് തെമ്മാടിത്തരവും ചെയ്യും. ഇതാണ് CPM. അതുകൊണ്ടാണ് CPM ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. ഈ പാർട്ടിയെ വീട്ടിലിരുത്തുകയല്ല വേണ്ടത്, സത്യത്തിൽ എറേസ് ചെയ്യുകയാണ് വേണ്ടത്. എങ്ങനെ നമുക്ക് ഇത്തരം സംസ്കാരഹീനരായ, രാഷ്ട്രീയ സദാചാരമില്ലാത്ത, ക്രിമിനലുകളായ ആളുകൾ അടങ്ങുന്ന ഒരു കൂട്ടത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കാം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഏതായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുത്തേക്ക് ഇത്തരം വാർത്തകളുമായി ഞങ്ങൾ നിരന്തരം വരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവണം. നിങ്ങളുണ്ട് എന്നതാണ് ഞങ്ങളുടെ കരുത്ത്. നിങ്ങൾ കൂടെ ഉണ്ട് എന്നത് ഉറപ്പിക്കാൻ വേണ്ടി ഉറപ്പായും ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്നും ചെയ്യണ്ട. ഈ ചാനലിലെ ലോഗോ IND എന്താ ലോഗോ ഉണ്ടല്ലോ, ഇടതുവശത്ത് താഴെ കാണുന്നത്, അവിടെ ഒന്ന് വിരലമർത്തുക. അപ്പോൾ നമ്മളുടെ ഫീഡ് തെളിഞ്ഞു വരും. അവിടെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് നീല നിറത്തിലുള്ള ഒരു ബാറുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ട് ഇടതുവശത്തുള്ള ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. ഇത്രയും മതി. കൂടെ ഉണ്ടാവണേ.